എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള ഹിസ്റ്ററിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നും ഈ ഒരു ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് എന്തൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ ആവർത്തിച്ച് ചോദിച്ച ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ മലയാളം. എല്ലാം കൂടി ഒരു സെറ്റായ ഒരു അവിയൽ പരുവത്തിലാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പിന്നെ ആ ഒരു ഭാഗത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല. സെറ്റാണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മളുടെ കോട്സ് ഒക്കെ നിങ്ങൾ ഓരോ ദിവസം ഞാൻ ഓരോ കോട്സ് ഇട്ട് തരുന്നുണ്ട്. എല്ലാരും ഒന്ന് വായിച്ച് സ്വന്തമായിട്ടൊന്ന് മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കുക കേട്ടോ. നമ്മുടെ ആപ്പിന്റെ പേരാണ് ശ്രീ ലേണിംഗ് ആപ്പ്. എല്ലാവർക്കും അറിയാലോ, എയിം സ്റ്റഡി സെന്റർ പാലക്കാടിന്റെ ആപ്പിന്റെ പേരാണ് ശ്രീ ലേണിംഗ് ആപ്പ്. അതുപോലെ തന്നെ വിളിച്ചിട്ട് കുറെ പേരും എയിം സ്റ്റഡി സെന്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ ലേണിംഗ് ആപ്പ് ആണ് നമ്മളുടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് ആണോ? ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. നമുക്ക് ഇന്നിപ്പോ SCERT-യില് കുറച്ച് ഭാഗങ്ങൾ പഠിക്കാം. ഇതിന്റെ ആൻസർ നിങ്ങൾ സ്വയം വിലയിരുത്തുക. ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞുതരാം. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 1-2 എക്സാമുകൾ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സെലക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ടുതന്നാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. SCERT-യുടെ അർത്ഥമാണ് പീയൂഷം, മാഗന്ധം, മൗലി, കാസം, വ്യോളം. ഇത്രയും കാര്യം നോക്കി വെക്കുക. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ച ചോദ്യമാണ്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ട് തരാം ഒരു ദിവസം. എവിടെ നിന്നൊക്കെയാ ചോദിച്ച് ഇട്ട് തരാം. അപ്പൊ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഒരു മാർക്ക് പോലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവാൻ പാടില്ല. ഓക്കെ, എഴുതി വെച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ SCERT-യിൽ വന്ന ഒറ്റ പദം കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. ഓക്കെ, ഏതാണ്? ഉണർന്നിരിക്കുന്ന അവസ്ഥ, ശബ്ദം ഇല്ലാത്തത്, ഇല്ലാത്ത അവസ്ഥ, ദെൻ അതിരില്ലാത്ത, മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ. ഇത്രയും ഒറ്റപ്പദങ്ങൾ കണ്ടോ? ഇതിന്റെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഈ 5 കാര്യം SCERT ബുക്കിൽ നിന്ന് ഞാൻ അങ്ങനെ എടുത്തിട്ട് എന്നാണ്. സെറ്റാണോ? ശബ്ദമില്ലാത്ത അവസ്ഥ, അതോ ഇല്ലാത്ത അവസ്ഥ, അതിരില്ലാത്തത് എന്താ പറയാ? മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ ഇത് ഞാൻ ആൻസർ തന്നിട്ടുണ്ട്. SCERT-യുടെ ഒരു ഭാഗമാണ് ഇത്. ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഇത് പഠിച്ചു പോവുക. ഇതിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു സെക്ഷൻ കൂടി ഒന്ന് പഠിച്ചു വെക്കുവോ? പുനലൂര്, കളമശ്ശേരി, കുണ്ടറ, റബ്ബർ വർക്ക്സ്, ടാറ്റ ഓയിൽ മിൽസ്, അളഗപ്പ തുണിമില്ല്. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. നിങ്ങൾക്ക് ഹോംവർക്ക് എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ചെറിയ കുട്ടികൾ ഹോംവർക്ക് തരില്ലേ, ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പ്രസ്ഥാനങ്ങൾ, വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ. ഇവരുടെ ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ, അവർ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചതും കൂടി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് SCERT ബുക്സ് ഒരു കാരണവശാൽ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാം ആവുമ്പോഴേക്കും എന്ത് ചെയ്യും? ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ പഠിച്ച് കുറിച്ചിട്ട് പോകും. ഓക്കെ, അപ്പൊ ക്ലാസ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക? ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് തന്ന കുറച്ച് ഹോംവർക്ക് ഇല്ലേ, അതും കൂടെ ഒന്ന് എഴുതുക കേട്ടോ. സെറ്റ് ആണോ? ആദ്യത്തെ ചോദ്യം എഴുതിക്കോട്ടോ. എല്ലാരും ഫുൾ ക്വസ്റ്റ്യൻ എഴുതണം. എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻസ് വായിക്കണോ? 1, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് 1941 ജനുവരി 26. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു MR മാധവ വാര്യർ. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രിയാണ് പട്ടം താണുപിള്ള. ഏതാണ് ആൻസർ? LP-UPക്കും LDCയും കേട്ടിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള ടോപ്പിക് തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരി അല്ലെ? 1ഉം 3ഉമാണ് ശരി. നമുക്ക് എവിടെ തെറ്റുപറ്റിയത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? നമ്മൾ ആ തെറ്റിയതും കൂടെ പഠിച്ചു പോണേ. ആദ്യ സെക്രട്ടറി ആരായിരുന്നു? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. സെക്രട്ടറി ആരായിരുന്നു? ഇത് തെറ്റാണ്. VR
ഓക്കെ. അപ്പൊ കൊച്ചി രാജപ്രജാ മണ്ഡലത്തിലെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? BR കൃഷ്ണൻ എഴുത്തച്ഛൻ. അപ്പൊ MR മാധവ വാര്യർ ആരായിരുന്നു? MR മാധവ വാര്യർ ആരായിരുന്നു? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ ട്രഷറർ കേട്ടോ. അപ്പോ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ ട്രഷറർ ആയിരുന്നു ആര്? MR മാധവ വാര്യർ. ഓക്കെ, സെറ്റ് ആണോ? കിട്ടിയോ? ദെൻ കൊച്ചിയിലെ നാലാമത്തെ തെറ്റ് എന്തായിരുന്നു? കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രിയാണ് പട്ടം താണുപിള്ള. ആൻസർ ശരിയാണോ? അവസാന പ്രധാനമന്ത്രി ആയിരുന്നോ പട്ടം താണുപിള്ള? തെറ്റാണ് അല്ലെ. ആൻസർ ആരായിരുന്നു? ഇക്കണ്ട വാര്യർ ആണ് കേട്ടോ. ഇക്കണ്ട വാര്യർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പൊ കൊച്ചിയിലെ പട്ടം താണുപിള്ള ആരായിരുന്നു? പട്ടം താണുപിള്ള ആരായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്നു പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്നു പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്നു പട്ടം താണുപിള്ള. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഈ കോഡ് നിങ്ങൾക്ക് കോഡ് അറിയോ ആർക്കെങ്കിലും? ഈ കൊച്ചിയുടെയും തിരുവിതാംകൂറിന്റെയും പ്രധാനമന്ത്രികളെ പഠിക്കാൻ കോഡ് ആർക്കെങ്കിലും അറിയോ? കോഡ് പറഞ്ഞു തരണോ? കോഡ് വേണോ? ഞാൻ കുറെ ബുക്സിലൊക്കെ കണ്ട കോഡാണ്. ആവശ്യമുണ്ടോ കോഡ്? ഞാൻ ക്ലാസ് കഴിഞ്ഞ ശേഷം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ തിരുവിതാംകൂർ സ്വതന്ത്ര സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നവരിൽ പെടാത്തതാര്? ഏതാണ് ആൻസർ? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? താഴെ പറയുന്നവരിൽ തിരുവിതാംകൂർ സ്വതന്ത്ര സമരത്തെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നതിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, CV കുഞ്ഞിരാമൻ. ബാക്കി 3 പേരും പെടും. അപ്പൊ CV കുഞ്ഞിരാമൻ ആരായിരുന്നു? CV കുഞ്ഞിരാമൻ ആരായിരുന്നു? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് കേട്ടോ. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് CV കുഞ്ഞിരാമൻ. പഠിച്ചു പോവാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെറ്റ് ആണോ? തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ഏത്? തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ഏത്? ഇതെല്ലാവർക്കും അറിയാലോ. ആൻസർ ഏതാണ്? 1949 ജൂലൈ 1 അല്ലെ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ അല്ലെ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ പ്രമുഖ രാജപ്രഭുമാരായിരുന്നു? തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ. ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. ആദ്യ രാജപ്രമുഖ ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്ന വർഷം ഏത്? കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്ന വർഷം ഏത്? ഞാൻ പറയുന്നു, ഒപ്പം നിങ്ങൾ പഠിച്ചു പോണേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ A ആണ് അല്ലെ. 1957 ഏപ്രിൽ 1 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ A ആണ്. എങ്കിൽ 1957 ഏപ്രിൽ 27 എന്താണ്? ഇതെന്താ ആൻസർ? ഞാൻ മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ബോർഡിൽ നിന്ന് മാറി നിൽക്കുന്നത് കേട്ടോ. ഏതാണ് ആൻസർ വരിക? ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷമാണ് ഇത്. 1957 ഏപ്രിൽ 21. എങ്കിൽ 1957 ഏപ്രിൽ 5 എന്താ പ്രത്യേകത? കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ വന്നത്. ഒന്നാം മന്ത്രിസഭ വന്നത് 1957 ഏപ്രിൽ 5 ആണ്. ഓക്കെ, അപ്പൊ 57 നിയമസഭ വന്നത്. ഏപ്രിൽ 1 5 മന്ത്രിസഭ. ദെൻ ആദ്യ സമ്മേളനം നടന്നതാണ് ഏപ്രിൽ 27. സെറ്റ് ആണോ? ഓക്കെ, ശരിയല്ലേ? അതുപോലെ തന്നെ കേരളത്തില് 1957 മുതൽ മാർച്ച് 11 വരെയാണ് എന്ത് സംഭവിച്ചത്? കേരളത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. ഓക്കെ ആണോ? അടുത്ത 5ാമത്തെ ചോദ്യം. കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യ പ്രക്ഷോഭം ഏത്? ഏതാണ് ആൻസർ? 5ാമത്തെ ചോദ്യം പെട്ടെന്ന് ആൻസർ ചെയ്തേ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ B ആണ് അല്ലെ. ചാലിയാർ പ്രക്ഷോഭമാണ് കറക്റ്റ് ആൻസർ. എന്താ അതിന്റെ പ്രത്യേകം? മാവൂരിലെ ഗോളിയാർ ഫാക്ടറിയിൽ നിന്ന് മലിനം തടയുന്നതിന് വേണ്ടി ആരംഭിച്ച സമരമാണ് ഏത്? ചാലിയാർ പ്രക്ഷോഭം. ഏത് ജില്ലയിലാണ് നടന്നത്? ഏത് ജില്ലയാണ്? കോഴിക്കോടാണ് അല്ലെ. കോഴിക്കോടല്ലേ?
അല്ലെ? ഓക്കെ. ദെൻ ഒരെണ്ണ സമരം എന്താണ്? ഒരെണ്ണ സമരം അത് നമുക്ക് പഠിച്ചു പോവാം. ഒരെണ്ണ സമരം എന്താണ്? എന്താണ്? ഒരെണ്ണയായിരുന്ന ആ സമയത്ത് 6 പൈസയെ 10 രൂപയാക്കിയ EMS ഇല്ലേ? EMS സർക്കാരിന്റെ നടപടിക്കെതിരെ നടന്ന സമരമാണ് ഒരെണ്ണ സമരം കേട്ടോ. 6 പൈസയെ 10 പൈസയാക്കിയ EMS നടപടിക്കെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഏത്? ഒരെണ്ണ സമരം. കിട്ടിയോ? ഏത് ജില്ലയാണ്? ആലപ്പുഴയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. അതൊക്കെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇത് ഏത് ജില്ലയാണ്? ആലപ്പുഴയാണെന്ന് ഓർത്തു വെക്കുക. കിട്ടിയോ? ഒരെണ്ണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടന ഏതെന്നറിയോ? ഏതാ സംഘടന? പഠിച്ചു പോണം, പറഞ്ഞോളൂ. ഏത് സംഘടനയാണ്? KSU എന്നും കൂടെ ഓർത്തു വെക്കുക. ഓക്കെ. ദെൻ മുത്തങ്ങ സമരം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മുത്തങ്ങ സമരം. വയനാടാണ്. മുത്തങ്ങ സമര നായിക ആരാണ്? മുത്തങ്ങ സമര നായിക CK ജാനു ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. വയനാടാണ് നടന്നത്. ദെൻ ചെങ്ങറ ഭൂസമരം. ഏതാണ് ചെങ്ങറ ഭൂസമരം? ഏത് വർഷമാണ് ചെങ്ങറ ഭൂസമരം നടന്നത്? ഓക്കെ, അടുത്ത ദിവസം പെട്ടെന്ന് പോകണം. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇത്രയും ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. നമ്മൾ പഠിച്ചിട്ട് പോകണം. കേരള ഹിസ്റ്ററി അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ 6ാമത്തെ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്കെ. 1. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ ആണ് 1ാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം. 2. 2ാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് KN കുറുപ്പാണ്. പഴശ്ശി കാലഘട്ടം എന്നത് 1793 മുതൽ 1805 വരെയാണ്. ഈ പ്രസ്താവനയിൽ ഏതാണ് ശരിയെന്ന് വിലയിരുത്തുക. ഏതാണ് ആൻസർ? ഏതൊക്കെ ശരി? ഓപ്ഷൻ A ആണ് ശരി അല്ലെ? 1ഉം 2ഉം ദെൻ 4ഉമാണ് ശരി. കേരള സിംഹം എന്ന പുസ്തകം ആരാ രചിച്ചത്? സർദാർ KM പണിക്കർ അല്ലെ? സർദാർ KM പണിക്കർ. എങ്കിൽ KKN കുറുപ്പ് എന്താണ്? KKN കുറുപ്പ് നമ്മൾ തെറ്റായിട്ട് KKN കുറുപ്പ് എന്ന് കൊടുത്തിട്ടില്ലേ? KK ആണ് കേട്ടോ. KKN കുറുപ്പ് ആരാണ്? പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KKN കുറുപ്പ് കേട്ടോ. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകമാണ് KKN കുറുപ്പ് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ ഓപ്ഷൻ A 1ഉം 2ഉം 4ഉമാണ് ശരി. കിട്ടിയോ? അടുത്ത് 7ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക. ഇമ്പോർട്ടന്റ് ആണ്. എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഒരു ചോദ്യം നമുക്ക് കിട്ടുക അറിയോ? അത്രയും ഫാക്ട്സ് ഉണ്ട്. 7ാമത്തെ ചോദ്യം ഇത് മിസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി വല്ലാത്തൊരു നഷ്ടമായിരിക്കും. ചെയ്തു പോവാ. പഴശ്ശി സ്മാരകം ഏതാണ്? ഏതാ ആൻസർ വരിക? ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ A ആണ് കറക്റ്റ്. എങ്ങനെയാ വരിക? പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി, വയനാട്. ജില്ല നിർബന്ധമായിട്ടും പഠിച്ചു പൊക്കോളുക. മാനന്തവാടി, വയനാട്. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി ഡാം വളപട്ടണം, കണ്ണൂര്. വളപട്ടണപ്പുഴ, കണ്ണൂര്. ഓക്കെ. പഴശ്ശി ഗുഹ എവിടെയാണ്? പഴശ്ശി ഗുഹ മലപ്പുറം. ഓക്കെ. പഴശ്ശി ഗുഹ മലപ്പുറം. ദെൻ പഴശ്ശി കോളേജ് എവിടെയാ? പഴശ്ശി കോളേജ് പുൽപ്പള്ളി, വയനാട്. പുൽപ്പള്ളി, വയനാട്. അതുപോലെ തന്നെ മട്ടന്നൂരും കൂടി ഉണ്ട് കേട്ടോ. മട്ടന്നൂരും കൂടി ഉണ്ട്. മട്ടന്നൂർ എവിടെയാണ്? കണ്ണൂർ അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോ? ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ. അടുത്ത് താഴെ പറയുന്നതിൽ തെറ്റായത് വിലയിരുത്തുക. താഴെ പറയുന്നതിൽ തെറ്റായത് വിലയിരുത്തുക. ഏതാണ് ആൻസർ വരിക? ഏതൊക്കെ തെറ്റ് വരിക? ഏതൊക്കെ തെറ്റ്? 1ഉം പറ, നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക. ഏതാണ് തെറ്റ്? 1ഉം 2ഉം 3ഉം ആണ് തെറ്റ്. 1ഉം 2ഉം 3ഉം അല്ലേ തെറ്റ്? അല്ലേ? നായർ പട്ടാള ലഹള ഏത് വർഷമാണ്? ഏത് വർഷം? 1804 ആണ്. ഇത് തെറ്റാണ്. ഓക്കെ. ദെൻ കുണ്ട്ര വിളംബരം ഏത് വർഷ? 1809. ദെൻ കുറിച്യർ കലാപം. കുറിച്യർ കലാപം എപ്പോഴാണ്? 1812. അപ്പൊ ഇത് 3ഉം ആണ് ശരി.
ഇത് മൂന്നും അല്ലേ ക്വസ്റ്റ്യനിൽ തെറ്റ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1, 2, 3 ആണ് തെറ്റ്. സെറ്റ് ആയോ? ഓക്കെ, ഇഷ്ടമായോ? ഒന്ന് ലൈക്കൊക്കെ ഇട്ടേട്ടോ. അടുത്ത 9ാമത്തെ ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരമാണ്? ഓപ്ഷൻ സി അല്ലെ, പുന്നപ്ര വയലാർ സമരവുമായിട്ടല്ലേ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അടുത്ത് 10ാമത്തെ ചോദ്യം, 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം? പ്രഥമ സമ്മേളനമാണ് കേട്ടോ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, പാലക്കാടാണ് നടന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കിട്ടിയോ? അപ്പൊ കോഴിക്കോടോ? കോഴിക്കോട് 2ാം കോൺഗ്രസ് സമ്മേളനം, 2ാം സമ്മേളനം. ദെൻ തലശ്ശേരി ആണെങ്കിൽ 3ാം സമ്മേളനം. കിട്ടിയോ? അപ്പൊ പ്രഥമയാണെങ്കിൽ ഫസ്റ്റ് പാലക്കാട്, 2ാമത്തെ കോഴിക്കോട്, 3ാമത്തെ തലശ്ശേരി. ഇത് മൂന്നും ഇങ്ങനെ തന്നെ പഠിച്ചു പോയിക്കോളും. ഓക്കെ, ഒരു ചോദ്യം നമുക്ക് 3 ഫാക്ട്സ് ആണ് കിട്ടിയത് കേട്ടോ. അടുത്ത് 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടത് തിരഞ്ഞെടുക്കുക. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം. 2, മലബാർ കലാപത്തിന്റെ നേതാക്കളാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ, കോയ തങ്ങൾ. 3ാമത് 1921 നടന്ന മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. 4, മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് ശുതീന്ദ്രം സത്യാഗ്രഹം. ഏതാണ് ആൻസർ വരിക? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് വരിക. 1, 2, 3. 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. അപ്പൊ ഇത് 3 എന്താണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആരൊക്കെയാണെന്ന് എന്തായാലും ഓഡ് വൺ ഔട്ട് ഇത് ചോദിക്കും, ഉറപ്പാണ്. അപ്പൊ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ആരൊക്കെയാണ്? കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ, കോയ തങ്ങള് ആണ്. ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ തന്നെ മലബാർ കലാപത്തിൽ പെട്ടെന്നുണ്ടായ കാരണം ശുചീന്ദ്രം സത്യാഗ്രഹം ആണോ? അല്ല അല്ലെ. ഏതാണ്? പൂക്കോട്ടൂർ കലാപം അല്ലെ, പൂക്കോട്ടൂർ കലാപം. സെറ്റാണോ? അപ്പൊ 1, 2, 3 ശരി, 4ാമത്തെയാണ് തെറ്റ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ചോദ്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിക്കും. എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഫുൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. 12ാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഞാൻ സ്റ്റേറ്റ്മെന്റ്സ് തരാൻ കാരണം നിങ്ങൾ അത്രയും ഫാക്ട്സ് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേറ്റ്മെന്റ്സ് തരുന്നത് കേട്ടോ. വാഗൺ ട്രാജഡി നടന്ന വർഷമാണ് 1921 നവംബർ 10. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് TN സ്ട്രേഞ്ച്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. ഓപ്ഷൻ നോക്കുക, ആൻസർ കമന്റ് ചെയ്യുക, കൂടെ തന്നെ പഠിച്ചു പോവുക കേട്ടോ. 12ാമത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1, 3, 4 ശരി. വാഗൺ ട്രാജഡി നടന്ന വർഷമാണ് 1921 നവംബർ 10. അത് ശരിയാണ്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് TN സ്ട്രേഞ്ച്. ഇതെന്താണ്? തെറ്റല്ലേ? ഇത് തെറ്റല്ലേ? ഏതാ കമ്മീഷൻ? AR നേപ്പ് കമ്മീഷൻ ആണ് കേട്ടോ. AR നേപ്പ് കമ്മീഷൻ ആണ് അന്വേഷിച്ച കമ്മീഷൻ. അപ്പോ TN സ്ട്രേഞ്ച് ഏതാണ്? TN സ്ട്രേഞ്ച് ഏതാണ്? മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് TN സ്ട്രേഞ്ച്. അപ്പൊ മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് TN സ്ട്രേഞ്ച്. മാറിപ്പോവരുത്. ഓക്കെ, വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്ത് തിരൂരാണ് നമുക്കറിയാം. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാർ. അപ്പൊ ഓപ്ഷൻ ബി 1, 3, 4 ശരി. അപ്പൊ 2ാമത്തെയാണ് തെറ്റിയത്. ആരായിരുന്നു? നേപ്പ് കമ്മീഷൻ ആണ്. മലബാർ കലാപം ആണെങ്കിലാണ് സ്ട്രേഞ്ച് കമ്മീഷൻ ട്ടോ. അടുത്ത് 13ാമത്തെ ചോദ്യം, 2ാം ബർദോളി എന്നറിയപ്പെടുന്നത് ഏതാണ്? 2ാം ബർദോളി എല്ലാവർക്കും അറിയാം അല്ലെ, ഒരുപാട് വർഷം PSC ആവർത്തിച്ച ചോദ്യമാണ്. ഓപ്ഷൻ എ പയ്യന്നൂരാണ് കേട്ടോ. അതുപോലെ നമ്മൾ ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. 14ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഏത് ആൻസർ വരിക? പൈലറ്റ്. ഓപ്ഷൻ സി
മൊയ്യാരത്ത് ശങ്കരനാണ് കറക്റ്റ് ആൻസർ. അപ്പൊ കേളപ്പൻ എന്താണ്? കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹ നേതൃത്വം നൽകിയ പ്രധാന നേതാവാണ് കേളപ്പൻ ട്ടോ. പ്രധാന നേതാവാണ് കേളപ്പൻ. ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത്. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത്. നമുക്ക് മൊയ്യാരത്ത് ശങ്കരൻ പഠിച്ചു. പി സി കുഞ്ഞിരാമൻ അടിയോടിയാണെങ്കിലോ? ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? പി സി കുഞ്ഞിരാമൻ അടി. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസം ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണമടഞ്ഞ ആള്. അപ്പൊ എത്ര ദിവസം? 43 ദിവസം കഴിഞ്ഞിട്ട് എന്ത്? ജയിലിൽ വെച്ച് മരണമടഞ്ഞ ആളാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി. ഓക്കെ, സെറ്റ് ആണോ? നിങ്ങളൊന്ന് ലൈക്കും കമന്റ് ഒക്കെ ഒന്ന് അടിക്കി, ആ ഇമോജി ഒക്കെ ഒന്ന് ഇട്ടേ. അടുത്ത് 15ാമത്തെ ചോദ്യം, മൊറാഴ സമരം നടന്ന ജില്ല ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി അല്ലെ? ഓപ്ഷൻ സി അല്ലേ? കണ്ണൂർ അല്ലേ? ഏതാ വർഷം? 1940 എന്നും കൂടെ ഓർത്തു വെക്കുക കേട്ടോ. കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി അല്ലെ? തേജസ്വിനി പുഴ എന്നറിയപ്പെടുന്ന കരിയങ്കോട് നദിയാണ് കയ്യൂർ സമരം നടന്ന നദീതീരം. കിട്ടിയോ? സെറ്റാണോ? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? മീനമാസത്തിലെ സൂര്യൻ. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നവർക്ക് അറിയാം ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രാധാന്യം അല്ലെ? ഓക്കെ, സെറ്റ് ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് തന്നിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ? ശ്രദ്ധിച്ചോ, ഓപ്ഷൻ എ അല്ലേ? എങ്ങനെയാ വരിക? മൊറാഴ സമരം എവിടെയാണ്? കണ്ണൂരാണ്. നമ്മൾ അപ്പോഴേ പഠിച്ചു. 1940. കുറിച്യർ ലഹള വയനാടല്ലേ? കുറിച്യർ ലഹള വയനാടല്ലേ? ഏത് വർഷമാണ്? 1812 അല്ലെ? പുന്നപ്ര വയലാർ നമ്മൾ അപ്പോഴേ പഠിച്ച കാര്യമാണ്. ഏത് വർഷമാണെന്ന് അറിയോ? 1946 അല്ലെ? പുന്നപ്ര വയലാർ എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. കീഴരിയൂർ ബോംബ് കേസ് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് തന്നെയാണ്. കയ്യൂർ സമരം ആണെങ്കിൽ 1941 കാസർഗോഡ്. കിട്ടിയോ? സെറ്റ് ആണോ? 1942 കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഇത്രയും വർഷങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ? അത്രയും ഇമ്പോർട്ടന്റ്. ഈ ഓരോ വർഷങ്ങൾക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും ജില്ലകളും കൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോവാ. ഇനിയുള്ള പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മളെല്ലാം മുൻകൂട്ടി കണ്ടു വേണം പഠിക്കാൻ. ഓക്കെ, 18ാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? എല്ലാവർക്കും അറിയാം അല്ലെ? VS അച്യുതാനന്ദൻ. ഓപ്ഷൻ എ. ഓക്കെ, കുറച്ച് ഫാക്ട്സ് പറഞ്ഞുതരാം. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാണെന്നറിയോ? പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക ട്ടോ. സെറ്റ് ആണോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ തകഴിയാണെങ്കിലോ? തലയോട് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. സെറ്റ് ആണോ? അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂർ നടപ്പിലാക്കാൻ ശ്രമിച്ച് CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഇത് പുന്നപ്ര വയലാർ സമരം എന്ന് മനസ്സിലാക്കുക. അതുപോലെ CPയെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് KCS മണിയാണ് വധിക്കാൻ ശ്രമിച്ച വ്യക്തി. ഓക്കെ, അടുത്ത 19ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായത് വിലയിരുത്തുക. താഴെ പറയുന്നവയിൽ ശരിയായത് വിലയിരുത്തുക. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് ചാനാർ ലഹള. ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവാണ് വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ചാനാർ ലഹള. ചാനാർ ലഹള നടന്ന വർഷമാണ്
1759. ഇതിൽ ഏതാണ് ശരി എന്ന് നോക്കുക. ഞാൻ ബോർഡ് നിങ്ങൾക്ക് ഫുള്ളായി കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്. ശ്രദ്ധിക്കുക. ഏതാണ് ശരി? ഒന്നും 2 3 ശരി. അപ്പൊ 4 ശരിയല്ലേ? 4 ശരിയാണോ? അല്ല അല്ലെ? വർഷം നമ്മളെ തെറ്റിച്ചു. PSC ചോദ്യം ഇടുക. അപ്പൊ ഏതാ വർഷം? 1859 ആണ് ശരി. ഓക്കെ, സെറ്റ് ആണോ? സെറ്റ് അല്ലേ? അപ്പൊ അതായത് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ രാജാവ് ആരായിരുന്നു? എല്ലാവർക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഉത്രം തിരുനാൾ, അതും കൂടെ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും ഫാക്ട്സ് നിങ്ങൾ പഠിച്ചോ? ചിലപ്പോൾ നമുക്ക് വൈകുണ്ഠസ്വാമി നമുക്ക് ചിലപ്പോൾ ഓർക്കില്ല, തെറ്റിച്ചു, നമ്മൾ ചിന്തിക്കും തെറ്റാണെന്ന്. ഇത് കറക്റ്റ് ആണ് കേട്ടോ. ആത്മീയ നേതാവാണ് വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, അടുത്ത 20ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ തെറ്റായത് കണ്ടെത്തുക. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട വർഷമാണ് 1896 സെപ്റ്റംബർ 3. മലയാളി മെമ്മോറിയൽ 13,176 പേർ ഒപ്പുവെച്ചു. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ ശരി? 20ാമത്തെ ചോദ്യം ഏതൊക്കെയാ ശരി? ഓപ്ഷൻ 2ഉം 3ഉം ആണ് തെറ്റ് അല്ലെ? ഏതൊക്കെയാണ്? ഓപ്ഷൻ 2ഉം 3ഉം ആണ് തെറ്റ്. എന്താ പറ്റിയത്? മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1891 ജനുവരി 1 അല്ലേ? ഇതല്ലേ? സെറ്റാണോ? ഇതെന്താണ്? ഈഴവ മെമ്മോറിയൽ ആണ് കേട്ടോ. ഇത് ഈഴവ മെമ്മോറിയൽ ആണ്. ഞാൻ രണ്ടും എന്ത് ചെയ്ത് തിരിച്ചിട്ട് നിങ്ങളെ ഒന്ന് പറ്റിച്ചു. അപ്പൊ ഏതാണ് വർഷം? ഇത് ഈഴവ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ ആണെങ്കിൽ 1891 ജനുവരി 1 സെറ്റായോ? ദെൻ മലയാളി മെമ്മോറിയൽ 13,176 പേര് ഒപ്പുവെച്ചു. ആണോ? അല്ല, 10,028 പേരാണ് ഒപ്പുവെച്ചത്. ഇതാണ് വീണ്ടും ഈഴവ മെമ്മോറിയൽ ആണ്. കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ, എത്രയും കാര്യം നിങ്ങൾക്ക് കിട്ടിയോ? സെറ്റ് ആണോ? ദെൻ ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. മലയാളി മെമ്മോറിയൽ ഓക്കെ ആണ്, CV രാമൻപിള്ളയാണ്. ഈഴവയാണെങ്കിൽ ഡോക്ടർ പൽപ്പു ആണെന്ന് കൂടെ ഓർത്തിരിക്കുക. സെറ്റ് ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പൊ ഒരു ചോദ്യത്തിൽ നമുക്ക് ഒരുപാട് ഫാക്ട്സ് കിട്ടി. ഈ ഫാക്ട്സ് എല്ലാം PSC ചോദിച്ച ചോദ്യമാണ്. ഞാൻ അങ്ങനത്തെ ചോദ്യം മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ കേട്ടോ. 21ാമത്തെ ചോദ്യം. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി, ബാരിസ്റ്റർ GP പിള്ള. ഇത് ഏതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ T രാമറാവു ആരാണ്? രാമറാവു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനാണ് T രാമറാവു. ഓക്കെ, സെറ്റ് ആണോ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത 22ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ എതിർ മെമ്മോറിയലിന്റെ പ്രധാന നേതാക്കളിൽ പെടാത്ത ചോദിച്ചിരിക്കുന്നു ഞാന്. ഓപ്ഷൻ ബി ആണ് അല്ലെ? 1ഉം 3ഉം അല്ലേ? 1ഉം 3ഉം അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, 23. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് ഓപ്ഷൻ ഡി അല്ലെ? സവർണ ജാഥയാണ്. ഓപ്ഷൻ ഡി കറക്റ്റ്. 24ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് അല്ലെ? വൈക്കം സത്യാഗ്രഹം. ശുചീന്ദ്രം സത്യാഗ്രഹം ഏത് വർഷമാണ് നടന്നത്? 1926 അല്ലെ? ഗുരുവായൂരാണെങ്കിലോ?
31 വർഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പൗരസമത്വ പ്രക്ഷോഭം ഏത് വർഷമാണ്? 1919 മുതൽ 22 വരെ. സെറ്റ് ആണോ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് നിങ്ങൾ വായിക്കുക. 25ാമത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്താ വരിക? എല്ലാം ശരിയാണോ? അല്ല അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരി. ഏതൊക്കെയാണ്? 1ഉം 3ഉം. 1ഉം 3ഉമാണ് ശരി അല്ലെ? സെറ്റല്ലേ? ബാക്കി രണ്ടെണ്ണം ഏതാ തെറ്റിയത്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എപ്പോഴാണ്? ഏത് വർഷമാണ്? 1931 അല്ലേ? 1931 അല്ലേ? അപ്പൊ ഇത് തെറ്റല്ലേ? ദെൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് കെ കേളപ്പൻ. പ്രസിഡന്റ് ആയിരുന്നോ? അല്ല. ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു കേട്ടോ. മന്നത്ത് പത്മനാഭനായിരുന്നു. ഓക്കെ. സെക്രട്ടറി ആരായിരുന്നു? കേളപ്പനാണ്. ദെൻ വളണ്ടിയർ ക്യാപ്റ്റൻ ആണ് AK ഗോപാലൻ. വളണ്ടിയർ ക്യാപ്റ്റൻ ആണ് AK ഗോപാലൻ. ഓക്കെ, സെറ്റ് ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായി മണി മുഴക്കിയ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. ആരാണ്? P കൃഷ്ണപിള്ള കേട്ടോ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലെ? എ അല്ലേ കറക്റ്റ്? ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം ഏതാണ്? കെ കേളപ്പൻ ആണ് അല്ലെ? ശുചീന്ദ്രം സത്യാഗ്രഹം ആണെങ്കിലോ ME നായിഡു. ദെൻ പാലിയം സത്യാഗ്രഹം C കേശവൻ. അമരാവതി സത്യാഗ്രഹമാണ് AK ഗോപാലൻ. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും സെറ്റ് ആണോ? അപ്പൊ 26ാമത്തെ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം ഏതാണ് ആൻസർ വരിക? ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷമാണ് ഓപ്ഷൻ എ 1936. എങ്കിൽ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയ വർഷമാണ് 1956 കേട്ടോ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയതാണ് 1956. ഓക്കെ. ട്രാവൻകൂർ സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം ചോദിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. നിവർത്തന പ്രക്ഷോഭം. സെറ്റ് ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അതുപോലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? കോഴഞ്ചേരി പ്രസംഗം ഏത് വർഷമാണ്? 1935 അല്ലെ? ആരാണ്? C കേശവനാണ്. ഓക്കെ. ഇതെല്ലാം PSC ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതെന്നറിയോ? ചോദിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. ഇതിൽ ഓരോ ഫാക്ട്സും PSC ചോദിച്ചാണ് കേട്ടോ. ഇത്രയും കാര്യം സെറ്റ് ആയോ? പിന്നെ then നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ചത് IC ചാക്കോ. നിവർത്തനം എന്ന വാക്ക് IC ചാക്കോ. സെറ്റ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായത് വിലയിരുത്തുക. 1ഉം 2ഉം അല്ലേ ശരി? 1ഉം 2ഉം അല്ലേ ശരി? ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരി. വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല കോഴിക്കോടാണോ? അല്ല അല്ലെ? തൃശ്ശൂരാണ് അല്ലെ? അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രക്ഷോഭ നേതൃത്വം നൽകിയവർ പട്ടം താണുപിള്ള, TM വർഗീസ്, C കേശവൻ ആണോ? തെറ്റല്ലേ? ആരൊക്കെയായിരുന്നു? AR മേനോൻ, then ഇക്കണ്ട വാര്യർ, AR മേനോൻ, then ഇക്കണ്ട വാര്യർ, then CR E ഉണ്ണി. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. CR E ഉണ്ണിയാണ് ആൻസർ. അപ്പൊ ആരൊക്കെയായിരുന്നു നേതൃത്വം നൽകിയവര്? ഇവര് 3 പേരും ആണ് എന്ന് ഓർത്തു വെക്കുക. ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ ഓപ്ഷൻ A ആണ് കറക്റ്റ്. 29ാമത്തെ ചോദ്യം,
ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആരായിരുന്നു? എല്ലാവർക്കും അറിയാം അല്ലെ? ഏതാ ആൻസർ? ഓപ്ഷൻ ബി ഗാന്ധിജി ആണ് അല്ലെ? തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചതാണ് TK വേലുപ്പിള്ള. രേഖ എന്ന് വിശേഷിപ്പിച്ചതാണ് TK വേലുപ്പിള്ള. ഉള്ളൂർ എസ് പരമേശ്വരൻ എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? എഴുതി തയ്യാറാക്കിയതാണ് ഉള്ളൂർ എസ് പരമേശ്വരൻ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? സെറ്റാണോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് വർഷം ഏതാണ്? 1936 നവംബർ 12. അതും കൂടെ ചോർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മലബാറിലാണെങ്കിൽ 47 കേട്ടോ. മലബാർ ആണെങ്കിൽ 1947 ആണ്. കൊച്ചി ആണെങ്കിൽ 1947 തന്നെയാണ്, ഡിസംബർ 20 കേട്ടോ. ഡിസംബർ 20 ആണ്. മലബാറിൽ വന്നിട്ട് 1947 ജൂൺ 2 ആണെന്ന് തോന്നുന്നത്. ജൂൺ 2 തന്നെയാണ്. അപ്പൊ മലബാറിലാണെങ്കിൽ 47 ജൂൺ 2, കൊച്ചിയിലാണെങ്കിൽ 47 ഡിസംബർ 20 ഓർത്തു വെക്കുക കേട്ടോ.